ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത പലർക്കും ഇപ്പോൾ ഒരു മെസ്സേജ് അല്ലെങ്കിൽ നോട്ടീസ് വരാറുണ്ട്. അത് ഇപ്രകാരമാണ്: നിങ്ങൾ ചില ഫോറിൻ അസറ്റ്സുകൾ കാണിച്ചിട്ടില്ല നിങ്ങളുടെ റിട്ടേണിൽ, ഞങ്ങൾക്ക് അതിനുള്ള ഇൻഫർമേഷൻ കയ്യിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതൊരു കമ്പയിനാണ്. അതായത് കംപ്ലയൻസ് കം അവയർനെസ് ഫോറിൻ അസറ്റ് ഡിസ്ക്ലോഷർ ഓഫ് ഇൻകം ടാക്സ് റിട്ടേണിനെ പറ്റിയാണ് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഒരു ആക്ട് ചെയ്യുന്നത് ബ്ലാക്ക് മണി ആക്ട്. ബ്ലാക്ക് മണി അൺഡിസ്ക്ലോസ്ഡ് ഫോറിൻ ഇൻകം ആൻഡ് അസറ്റ്സ് ഇമ്പോസിഷൻ ഓഫ് ടാക്സ് ആക്ട് 2015 ഇത് ഇമ്പോസ് ചെയ്തത്. അത് പ്രകാരം നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ കാണിക്കേണ്ടതുണ്ട് ഫോറിൻ അസറ്റുകൾ. ഫോറിൻ അസറ്റ് ആരാണ്? ഫോറിൻ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇന്ത്യൻ റെസിഡന്റിന്റെ കേസാണ്. ഇന്ത്യൻ റെസിഡന്റ്, അതായത് ഇൻകം ടാക്സ് ആക്ട് ഇന്ത്യൻ റെസിഡന്റ് ആയിരിക്കുന്ന ആൾക്കാർ, അവർക്കൊരു ബാങ്ക് അക്കൗണ്ട് അതർ കൺട്രികളിൽ അല്ലെങ്കിൽ പുറത്തുള്ള ഏതെങ്കിലും കണ്ടിട്ട് ഇൻവെസ്റ്റ്മെന്റ്, റിയൽ എസ്റ്റേറ്റ്, സ്റ്റോക്ക്, മ്യൂച്വൽ ഫണ്ട്, അതർ ക്യാപിറ്റൽ ഔട്ട്സൈഡ് ഇന്ത്യ, അല്ലെങ്കിൽ ഒരു ഫോറിൻ എന്റിറ്റിയിൽ ഏതെങ്കിലും ഇൻട്രസ്റ്റ്, ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ പറയുന്നത് ഒരു സൈനിങ് അതോറിറ്റി ഓർ എനി അക്കൗണ്ട് ലൊക്കേറ്റഡ് ഔട്ട് എബ്രോഡ് എന്നാണ്. ഏതെങ്കിലും ജോയിന്റ് ബാങ്ക് അക്കൗണ്ട് ആണെന്ന് വിചാരിച്ചത് കുട്ടികളുമായിട്ട് ഫോറിൻ എക്സ്ചേഞ്ച്. പക്ഷെ സൈനിങ് അതോറിറ്റി ഉണ്ടെങ്കിൽ അതും ഫോറിൻ എക്സ്ചേഞ്ച് അസറ്റിൽ വരും. അതും ഈ ഇന്ത്യൻ റെസിഡന്റ് ഇവിടെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ കാണിക്കേണ്ടതുണ്ട്. എന്താണ് ലീഗൽ കംപ്ലൈൻസ് ആണ് മെയിൻ ആയിട്ട് ഇത് പറയുന്നത്. അത് ബ്ലാക്ക് മണി ആക്ട് 2015 പ്രകാരം നമ്മൾ മാൻഡേറ്ററി ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇത്. ഫോറിൻ അസറ്റുകൾ, ഇൻകം, അതുപോലെ തന്നെ അസറ്റും ഡിസ്ക്ലോസ് ചെയ്യാന്നുള്ളത്. റിട്ടേൺ ഇതാണ് ഷെഡ്യൂൾ എഫ് എന്ന് പറയും, ഡിസ്ക്ലോസിംഗ് ഫോറിൻ അസറ്റ്സ്. എഫ് എന്ന് പറയുന്നത് ഫോറിൻ അസറ്റ് ആണ്. പിന്നെ ലൈക്ക് ബാങ്ക് അക്കൗണ്ട് അങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അടുത്തത് ഷെഡ്യൂൾ എഫ് എസ് ഐ ഫോറിൻ സോഴ്സ് ഇൻകം ആണ്. അതും ഡിസ്ക്ലോസ് ചെയ്യണം. അതായത് ഇൻട്രസ്റ്റ്, ഡിവിഡന്റ്, ക്യാപിറ്റൽ എന്ന ഫോറിൻ അസറ്റിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ടതാണ്. ഇത് ശരിക്ക് നിയമപ്രകാരം ചെയ്യേണ്ടതാണ്. ഇത് ചെയ്തില്ലെങ്കിൽ പെനാൽറ്റി ആണ്. ഇത് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് 10 ലക്ഷം രൂപ വരെ ഫൈൻ ഇടാനുള്ള പ്രൊവിഷൻ. അത് തന്നെ തീർന്നിട്ടില്ല, പിന്നെ പെനാൽറ്റി ഇടാൻ വേറെ പ്രൊവിഷൻ. അതായത് ഇമ്പോസിഷൻ ഓഫ് അഡീഷണൽ പെനാൽറ്റി ആൻഡ് പ്രോസിക്യൂഷൻ. പിന്നെ വേറെ എന്താ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, പല കൺട്രികളിലും നമ്മൾ സാധനങ്ങൾ വിറ്റ് കഴിയുമ്പോൾ, അതായത് ഒരു സെക്യൂരിറ്റി വിൽക്കുകയാണ് ചെയ്യുന്നത്, ഒരു വിത്ത് ഹോൾഡിംഗ് ടാക്സ്, അതായത് TDS എന്ന് പറയും. TDS അവിടെ കൊണ്ട് പിടിച്ചിട്ടുണ്ടാവും. അതിനുള്ള ക്രെഡിറ്റ് കിട്ടണമെങ്കിലും നമ്മൾ ഈ റിട്ടേണിൽ കാണിക്കണം. അത് DTA ബെനിഫിറ്റ്സ്, അതായത് ടാക്സ് റിലീഫ് കിട്ടും. അത് ഫോറിൻ അസറ്റ്, അത് ഷെഡ്യൂൾ TR എന്നാണ്. ടാക്സ് റിലീഫ് കുറേ ഷെഡ്യൂൾ ഉണ്ട്. ആ ഷെഡ്യൂൾ നമ്മൾ ഫില്ല് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ കൊടുത്ത ടാക്സിന്റെ ക്രെഡിറ്റ് ഇവിടെ ലഭിക്കും. അതായത് അതിന്റെ ടാക്സ് റിലീഫ് ഇവിടെ ലഭിക്കും. അപ്പോൾ അത് മിക്ക കൺട്രികളുമായിട്ട് ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് കിട്ടുന്നത്. ഒരേ ഇൻകത്തിന് 2 കൺട്രികളിൽ ടാക്സ് വരത്തില്ല. അതാണ് ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് സെക്യൂരിറ്റി, DTA എന്ന് പറയുന്നത്. ആർക്കൊക്കെയാണ് ഈ റിപ്പോർട്ട് ചെയ്യേണ്ട ആൾക്കാരാണ് ഈ ഫോറിൻ എക്സ്ചേഞ്ച് അസറ്റ്? അതായത് റെസിഡന്റ് ഇന്ത്യയിലാണ്. റെസിഡന്റ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയാം, 182 ഡേയ്സിൽ കൂടുതൽ ഇന്ത്യയിൽ താമസിക്കുന്ന ആൾക്കാർക്കാണ് ഇൻകം ടാക്സ് ആക്ടിൽ പറയുന്നത് റെസിഡന്റ് ഇന്ത്യ എന്ന് പറയുന്നത്. അവർ എല്ലാവരും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. പല NRIകളും ഉണ്ടാവും. അവർ തിരിച്ച് NRI സ്റ്റാറ്റസിൽ പോയിട്ട് ഇപ്പോൾ റെസിഡന്റ് ആയവരുണ്ട്. അവർക്കും പലർക്കും ഫോറിൻ എക്സ്ചേഞ്ച് അസറ്റ് ഉണ്ടാവും, ഫോറിൻ ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവും. അതെല്ലാം ഇവിടെ ഡിസ്പോസ് ചെയ്യേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അവർക്കെല്ലാം പെനാൽറ്റി വരും. പിന്നെ ബെനിഫിഷ്യറി ഉള്ളതെന്ന് പറഞ്ഞു, അതായത് ബാങ്ക് അക്കൗണ്ട് എവിടെയുണ്ട്, ഇവിടെ ഒരു റിപ്പോർട്ടിങ് നമ്മൾ ആക്ടിൽ വരുന്നുണ്ടെങ്കിൽ അതും വേണ്ടി വരും. പിന്നെ പറയുന്ന ബെനിഫിഷ്യറീസ് ആണ്. ഫോറിൻ അസറ്റിന് ഏതെങ്കിലും ബെനിഫിഷ്യറി ആയിട്ട് ആൾ വന്നിട്ടുണ്ടെങ്കിൽ, അസറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം. ബെനിഫിഷ്യറി ഓണർ വരുന്നത് ഒരു റിട്ടേണിൽ ഇതെല്ലാം കാണിക്കണം. ഈ ഫോറിൻ അസറ്റ്സ് എങ്ങനെ ഇൻകം ടാക്സ് റിട്ടേണിൽ ഫയൽ ചെയ്യും കാണിക്കാമെന്നതിനെ പറ്റിയാണ് ഞാൻ അടുത്തായിട്ട് പറയുന്നത്. അത് ഷെഡ്യൂൾ FA ഉണ്ടല്ലോ, ഫോറിൻ അസറ്റ്സ്. അതിനകത്ത് അത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം എന്തൊക്കെ ഫോറിൻ അസറ്റ്സിലാണ് എനിക്കുള്ളത്. ബാങ്ക് അക്കൗണ്ട്, സ്റ്റോക്ക്, റിയൽ എസ്റ്റേറ്റ്, അല്ലെങ്കിൽ അതർ കൈൻഡ്സ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്, അതായത് ഫോറിൻ കൺട്രികളിലുള്ള അതെല്ലാം ഇതിനകത്ത് വരും. പിന്നെ നമ്മൾ ഫോറിൻ അസറ്റ്, അതായത് ഷെഡ്യൂൾ FA നമ്മൾ ഫില്ല് ചെയ്യും. അവിടെ വരുമ്പോഴത് ഏത് കൺട്രിയുടെ നെയിം, കോഡ്, കറൻസി കോഡ്, സിപ്പ് കോഡ്, അതുപോലെ തന്നെ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതിന്റെ അഡ്രസ്, ഇതെല്ലാം കൊടുക്കേണ്ടതുണ്ട്. പിന്നീട് വരുന്നതായിരിക്കുന്നത് ഇതിന്റെ വാല്യൂ. അപ്പോൾ ഇനീഷ്യൽ വാല്യൂ, അതായത് ഓപ്പണിംഗ് ബാലൻസ് പ്ലസ് അഡീഷണൽ ഇയേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡിലീഷൻ ഉണ്ടെങ്കിൽ അത് കാണിക്കും. അതിനാണ് പറയുന്നത് പീക്ക് ബാലൻസ് ഡ്യൂറിംഗ് അക്കൗണ്ടിംഗ് ഇയർ എന്ന് പറയുന്നത് ഏറ്റവും ഹയസ്റ്റ്. അതുകൂടെ അറിയാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അത് ഇന്ത്യൻ കറൻസിയിലും അതുപോലെ തന്നെ ഫോറിൻ കറൻസിയിലും ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. പിന്നെ അടുത്തതായിട്ട് പറയുന്നത് ഇൻകം ഏൺഡ്, റവന്യൂ ഏൺ ചെയ്തിരിക്കുന്നത് ഉണ്ടെങ്കിൽ, അതായത് സെയിലും റിട്ടൻഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അതും നമ്മൾ കാണിക്കേണ്ടതുണ്ട്. അസറ്റും അതുപോലെ തന്നെ അത് ഇൻകം ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കാണിക്കണം. ഫോറിൻ അസറ്റ്
എന്നാണ് ശരിക്കും ഈ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡ്യൂ ഡേറ്റ് തന്നെയാണ് ഇതിലുള്ളത്. ഇൻകം ടാക്സ് റിട്ടേണിൽ കാണിക്കേണ്ട കാര്യമുള്ളൂ. സാധാരണ ആൾക്കാർക്ക് ജൂലൈ 31 റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. അതായത് 2023-24 2024 ജൂലൈ 31 അവർക്ക് റിട്ടേൺ ഫയൽ ഡേറ്റ്. പക്ഷെ അവർക്ക് ഇപ്പോഴും റിട്ടേൺ ഫയൽ ചെയ്യാം. അല്ലെങ്കിൽ ഓൾറെഡി റിട്ടേൺ ഫയൽ ചെയ്താലും കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ ചെയ്യാം. ഡിസംബർ 31 വരെ ടൈമുണ്ട്. ഇനിയും 2 ആഴ്ചയുടെ സമയമുണ്ട്. ചെയ്യാത്ത ആൾക്കാർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഒത്തിരി ഫൈനിൽ നിന്ന് രക്ഷപ്പെടും. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഫൈൻ പെനാൽറ്റി എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയാണ്. പിന്നെ നമ്മൾ പ്രോസിക്യൂഷനും ഇൻകം ടാക്സ് ആക്ടിൽ പ്രകാരം ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ഈ റിട്ടേൺ 2024 ലാസ്റ്റ് ഡേറ്റ് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ചെയ്യാൻ മാക്സിമം ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഡിസംബർ 31, 2024. അതുകൊണ്ട് ആരെങ്കിലും റിട്ടേൺ ഫയൽ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്, അല്ലെങ്കിൽ റിട്ടേണിൽ ഈ ഫോറിൻ അസറ്റ്സുകൾ അല്ലെങ്കിൽ ഫോറിൻ ഇൻകം ഡിസ്ക്ലോസ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ ചെയ്യാവുന്നതാണ്. ഇത് സാധാരണ ഇവർക്ക് ITR ഫോംസ് പറഞ്ഞാൽ ITR 2, 3 ആണ്. റിസർവ് ഇന്ത്യൻസിനാണ്, അല്ല കമ്പനികൾക്കല്ലല്ലോ. അപ്പൊ അവർക്കുള്ള ഫോമുകൾ സാധാരണ ഈ ഫോമുകളാണ്. അതുകൊണ്ട് നിങ്ങൾ വിട്ടുപോയി ഇവർക്ക് ടാക്സ് വരുന്ന കേസ് പറഞ്ഞാൽ ഈ ഇൻകത്തിനെല്ലാം 30% ടാക്സ് റേറ്റ് ആണ്. അത് മാക്സിമം റേറ്റ് വരിക ഡിസ്കോസ്റ്റ് ഫോറിൻ ഇൻകത്തിനെല്ലാം ടാക്സ് അതാണ്. അപ്പൊ അതിന് എക്സെപ്ഷൻ ഒന്നും ലഭിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യാത്ത ആദ്യം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ ഡിസംബർ 31 ചെയ്ത് പ്രോപ്പർ ആകാൻ ശ്രദ്ധിക്കുക.